ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സീരീസ് 8 അങ്ങനെ നമ്മൾ നമ്മുടെ ഓപ്ഷൻ സീരീസിലെ 8ാമത്തെ വീഡിയോയിൽ കടന്നിരിക്കുകയാണ്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ഒരു ഏകദേശം ഒരു കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾക്കറിയാം ഓപ്ഷൻ ചെയിൻ പോസ്റ്റ്മോർട്ടം ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അതിൽ ഓപ്ഷൻ ചെയിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ഓപ്ഷൻ ചെയിനിലെ ഓരോ കോളങ്ങൾ എന്താണ്, വെറും നമ്പേഴ്സ് കാണുന്നതിലുപരി ഒരു ലൈവ് ട്രേഡർക്ക് ഓപ്ഷൻ ട്രേഡർക്ക് അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ളതുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ഈ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്തപ്പോൾ പഠിച്ചു. സോ അതിൻ്റെ തന്നെ ഏകദേശം ഒരു കണ്ടിന്യൂഷൻ ആ ഓപ്ഷൻ ചെയിനിൽ തന്നെ കുറച്ച് വിട്ടുപോയ കാര്യങ്ങളും വിട്ടുപോയതല്ല സെക്കൻഡ് പാർട്ടിലേക്ക് മാറ്റി വെച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ചെയിനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലോകത്തിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആശയത്തിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ട് ഒത്തിരി പേര് നമ്മുടെ ഒപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സോ വീണ്ടും വലിച്ചു കിട്ടുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ചെയിനിലെ മറ്റൊരു 3 ഘട്ടങ്ങളെ പറ്റിയാണ്. ഞാൻ F&O സീരീസ് 7 ഓപ്ഷൻ ചെയിൻ പറഞ്ഞപ്പം ലാസ്റ്റ് പറഞ്ഞായിരുന്നു അടുത്ത സീരീസിൽ നമുക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, അങ്ങനെ 3 മണീനെസ്, അങ്ങനെ തന്നെ എന്റെ പേര് കേട്ടോ, മണീനെസ് ഓഫ് ദി ഓപ്ഷൻ എന്ന് പറയും. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഈ പറയുന്ന 3 കാര്യങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് ഓപ്ഷൻ ചെയിനിലേക്ക് തന്നെ പോവാം. ഇതാണ് ഓപ്ഷൻ ചെയിൻ, കൂടുതൽ പറയേണ്ടതില്ല. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എങ്ങനെ എടുക്കാം, ഇതിൽ ഇതൊക്കെ എന്താണ്, ഈ ഓരോ കോളങ്ങളും എന്തിനു സൂചിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ എന്ത് വേണം, ഈ സീരീസ് മൊത്തമായി കാണാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്നവരായിരിക്കും, പക്ഷേ ഇതൊരു പുതിയ ക്ലാസ് റൂമാണ്. ഇത് 8ാം ക്ലാസ് ആണ്. നിങ്ങൾ ആദ്യത്തെ 7 ക്ലാസ്സിൽ വരാതെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടാവും. സോ ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സീരീസ് മൊത്തം കാണാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് തൊട്ടുമുമ്പത്തെ വീഡിയോയിലും കാണാൻ ശ്രമിക്കുക. എങ്കിലാണ് ഇതിന്റെ ഒരു എന്താ പറയുക ഫുൾ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. തൊട്ടുമുമ്പ് നമ്മൾ ഓപ്ഷൻ ചെയ്യേണ്ട സീരീസ് കണ്ടപ്പോൾ അതിൽ താഴെ ഒത്തിരി കമന്റുകൾ വന്നതാണ്. ഒപ്പം നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സും എന്നോട് പേഴ്സണലി ചോദിച്ച ചോദ്യമാണ്, സാർ ഈ ഓപ്ഷൻ ചെയിനിൽ കുറേ സ്ട്രൈക്കുകൾ ഉണ്ട്, ഇതിൽ ഞാൻ ഏതെടുക്കണം? ഇപ്പം നിഫ്റ്റി 17,000 ഉണ്ട്, 17,000, 100, 200, 300 കുറേ ഉണ്ട്, ഇതിൽ ഏതാ നമ്മൾ എടുക്കേണ്ടത്? സോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പേടിക്കേണ്ട, തൊട്ടടുത്ത് വരാൻ പോകുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്നത്തെ വീഡിയോ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഈ 3 മണീനെസിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഏതെടുത്താലാണ് നിങ്ങൾക്ക് ലാഭങ്ങളിലൂടെ, അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ കാശിന് വേണ്ടിയാണ് ഇതൊക്കെ പഠിക്കുന്നത്. സോ ഇതിൽ ഏത് ട്രേഡ് ചെയ്താലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുക, അല്ലെങ്കിൽ ഏത് തരം മാർക്കറ്റിൽ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, അങ്ങനെയും പറയാം. ചില മാർക്കറ്റിൽ ഇൻ ദ മണിയാണ് എടുക്കേണ്ടത്, ചില മാർക്കറ്റിൽ അറ്റ് ദ മണി, ചില മാർക്കറ്റിൽ ഔട്ട് ഓഫ് ദ മണി എടുക്കേണ്ടത്. സോ ഏതൊക്കെ മാർക്കറ്റിൽ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ഏതെടുത്താലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭവും നഷ്ടവും കിട്ടുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുന്നതിലൂടെ ഫുൾ ആയിട്ട് മനസ്സിലാവും. സോ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്ഷൻ ചെയിൻ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓപ്ഷൻ ചെയിൻ നമ്മൾ നീളത്തിൽ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ, നടുക്ക് സ്ട്രൈക്ക്, റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ. ഓർക്കണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയിട്ട് ഒന്നുകൂടി കാണാം. സോ നേരത്തെ നമ്മൾ ഇതിനെ വട്ടമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇന്ന് നമുക്ക് അതിനെ നീളത്തിൽ ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വട്ടത്തിൽ ഡിവൈഡ് ചെയ്തതുപോലെ ഓപ്ഷൻ ചെയ്യുന്ന ശരിക്കും നമുക്ക് 3 ഘട്ടങ്ങളായി നീളത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഈ പേരുകളൊന്നും കേട്ട് ഞെട്ടണ്ട, പക്ഷേ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു വാക്കുകളാണ് ഇത് 3ഉം. ATM, OTM, ITM, അങ്ങനെയും പറയൂ കേട്ടോ. അറ്റ് ദ മണി ATM, ഔട്ട് ഓഫ് ദ മണി OTM, ഇൻ ദ മണി ITM, അങ്ങനെയും പറയൂ കേട്ടോ. സോ ഈ ഓപ്ഷൻ ചെയിന് നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെന്ററിൽ കൃത്യം കിടക്കുന്ന ഈ ഒരു റോയാണ് അറ്റ് ദ മണി ATM. എന്താണെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പം ചാർട്ടിൽ വിശദമായി വരച്ച് പഠിക്കാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും സെൻട്രൽ കൂടെ കടന്നു പോകുന്ന ഒരു റോയിനെയാണ് അറ്റ് ദ മണി എന്ന് പറയുക, ATM, അറ്റ് ദ മണി. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ദെൻ ഒരു കോൾ ഓപ്ഷന്റെ കേസ് മാത്രം കൊടുക്കാം. തൽക്കാലം പുട്ട് ഓപ്ഷൻ കൊടുക്കട്ടെ, നമ്മൾ കോൾ ഓപ്ഷന്റെ കേസ് മാത്രം കൊടുക്കാം. കോൾ ഓപ്ഷന്റെ കേസിൽ ഈ സെൻട്രലിൽ നിന്ന് മുകളിലേക്കുള്ളത് മൊത്തം കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണിയാണ്. സ്വാഭാവികമായിട്ടും സെൻട്രലിൽ നിന്ന് താഴേക്കുള്ളത് മൊത്തം ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും, അഥവാ OTM, ഔട്ട് ഓഫ് ദ മണി. ഓക്കെ, ഇനി ഈ സെന്റർ എവിടെ നിന്ന് കിട്ടും? ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു കളർ തമ്മിലൊരു മിസ്മാച്ച് ഉണ്ട്. ഇടയ്ക്ക് ഇവിടം വരെ ഒരു യെല്ലോ കളറാണ്, അതിന് താഴെ വൈറ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും സെന്റർ. അങ്ങനെ നോക്കണ്ട, നേരെ മോളിൽ പോയി നമ്മൾ തൊട്ട് മുമ്പത്തെ ഓപ്ഷൻ ഞാൻ പഠിപ്പിച്ച വീഡിയോ പറഞ്ഞു. ഇവിടെ കാണണ്ടാവും അണ്ടർലൈൻ ഇൻഡെക്സ് നിഫ്റ്റിയാണ്. ഇപ്പം എടുത്തിരിക്കുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ ഒരു വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വില 17,315 ആണ് അല്ലേ? സോ ഈ 17,315 ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ട്രൈക്ക് ഏതായിരിക്കും? സ്ട്രൈക്കൊക്കെ എന്താണെന്ന് അറിയില്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീഡിയോസ് മൊത്തം കാണാം, എങ്കിലാണ് ഇത്തരം ടേംസുകൾ മനസ്സിലാവുള്ളൂ. 17,315 ഏറ്റവും അടുത്ത് കിടക്കുന്നത് 17,300 ആണ്. കാരണം എന്താ, നിഫ്റ്റി ഓരോ 50 പോയിന്റിലാണ് സ്ട്രൈക്ക് മാറുക. 17,300, 17,350, 17,400 അങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലോ 100 പോയിന്റിലാണ്, 37,600, 37,700, 37,800 അങ്ങനെയാണല്ലോ. സോ അതുകൊണ്ട് തന്നെ 17,315 അടുത്ത് കിടക്കുന്നത് ഒന്നുകിൽ 17,300,
അല്ലെങ്കിൽ 17,350. അതിൽ തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാ? 17,300 സോ അതുകൊണ്ട് തന്നെ 17,300 ആയിരിക്കും ഇവിടുത്തെ സെന്റർ. നോക്കിയാൽ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് സെന്റർ. അവിടെ തന്നെയല്ലേ നോക്കിയാൽ കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. ആ 17,300 മുകളിലേക്ക് മൊത്തം ഒരു മഞ്ഞ കളറും 17,300 താഴേക്ക് മൊത്തം എത്രയാണ്? വെള്ള കളറുമാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓപ്ഷൻ ചെയിനിൽ നിന്ന് ക്വിക്കായിട്ട് കണക്കാക്കാൻ വേണ്ടി NSE മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസിബിളിന്റെയും അല്ലെങ്കിൽ സെറോദ അപ്സ്റ്റോക്സ് ഏതിന്റെ പ്ലാറ്റ്ഫോമിലും ഓപ്ഷൻ ചെയിൻ എടുത്താലും ഈ ഒരു കളർ ഡിഫറൻസ് കാണും. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതൊക്കെയാണ് ഇൻ ദ മണി, ഏതൊക്കെയാണ് അറ്റ് ദ മണി, ഏതൊക്കെയാണ് ഔട്ട് ഓഫ് ദ മണി എന്ന് സിമ്പിൾ ഒരു ഓപ്ഷൻ ചെയിൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. എന്താണ് മനസ്സിലാക്കിയത്? നേരത്തെ പറഞ്ഞതുകൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കോൾ ഓപ്ഷനെ സംബന്ധിച്ച് ലെഫ്റ്റ് സൈഡ് കോളാന്ന് നമ്മൾ പറഞ്ഞു. കോൾ ഓപ്ഷൻ സംബന്ധിച്ച് 17,300 അറ്റ് ദ മണി. അതായത് ഇപ്പോഴത്തെ വിലയോട് ചേർന്ന് നിൽക്കുന്ന വില 17,300. ഈ 17,300 എന്നുള്ള ഈ കോളമാണ് അറ്റ് ദ മണി കോൾ എന്ന് പറയുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ATM എത്രയാണ്? ATM അറ്റ് ദ മണി 17,300 CE. കോൾ ഓപ്ഷൻ സംബന്ധിച്ച് അറ്റ് ദ മണി 17,300 CE. ഈ 17,300 നിന്ന് മുകളിലേക്കുള്ളത് മൊത്തം എന്താന്ന് പറഞ്ഞു? ഇൻ ദ മണി. അതിന്റെ കളർ എന്താണ്? യെല്ലോ. ക്ലിയർ ആയേ? സോ ഒരു ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ കാണുന്ന, അല്ലെങ്കിൽ മഞ്ഞയോ പലതിലും പലതായിരിക്കും, കളറിൽ കാണുന്നത് മൊത്തം എന്തായിരിക്കും? കളറിൽ കാണുന്നത് മൊത്തം ഇൻ ദ മണി ആയിരിക്കും. 17,300 ഉള്ളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ്? 17,250, 17,200, 17,150. സോ ഞാൻ ഇന്ന് വീഡിയോ പിടിക്കുന്ന ഇന്ന് അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ 17,300. അതിൽ താഴേക്കുള്ളത് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈസ് താഴേക്ക് വരുന്നത് 17,250, 17,200, 17,100. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിലേക്ക് പോകുമ്പോൾ പഠിക്കാട്ടോ. എങ്കിലും ഓപ്ഷൻ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് മൊത്തം ഇൻ ദ മണിയാണ്. ദെൻ താഴേക്ക് വരുന്നതിന് കളറില്ല. നോക്കി 17,300 താഴേക്ക് വരുമ്പോൾ വെറുതെ പ്ലെയിൻ ആയിട്ട് ഒരു വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. 17,350, 17,400, 17,450, 500. ഈ വൈറ്റിൽ കാണുന്ന നോക്കി എന്താണ്? ഔട്ട് ഓഫ് ദ മണി. ക്ലിയർ ആയല്ലോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷനിൽ. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകാം. ഈ റൈറ്റ് സൈഡിലാണ് നമുക്കറിയാം പുട്ട് സൈഡ്. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ച് നേരെ കോൾ ഓപ്ഷന്റെ വിപരീതമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? ബേസിക് കാര്യങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കളർ നോക്കുകയാണെങ്കിൽ എവിടെയാണ്? 17,300 താഴെയുള്ളതാണ് മഞ്ഞ കളറിൽ കാണുന്നത്. അപ്പൊ ഇൻ ദ മണി ഏതായിരിക്കും? 17,300 താഴെയുള്ളതാണ് ഇൻ ദ മണി. അതായത് കളറിൽ കാണുന്നത് എവിടെ? പുട്ട് ഓപ്ഷൻ സംബന്ധിച്ച്. അതേസമയം കോൾ ഓപ്ഷനോ? കോൾ ഓപ്ഷൻ 17,300 മുകളിലേക്കുള്ളതാണ് ഇൻ ദ മണി. പുട്ട് ഓപ്ഷനിൽ 17,300 താഴെയുള്ളതാണ് ഇൻ ദ മണി. അതായത് 17,300 എപ്പോ? അറ്റ് ദ മണി 17,300. അത് രണ്ടിനും അങ്ങനെ തന്നെ കേട്ടോ. കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും അറ്റ് ദ മണി എന്ന് പറഞ്ഞ ഏതാണ്? 17,300. അത് കോമൺ ആണ്. അത് കോമൺ ആണ്. ഈ 17,300 നിന്ന് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് താഴേക്കുള്ളതും എന്നാൽ ഓപ്ഷൻ ചെയിനിൽ മുകളിലേക്കുള്ളതും മൊത്തം കൺഫ്യൂഷൻ ആയോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ചെയിനിൽ മുകളിലേക്ക് പോകും തോറും പ്രൈസ് കുറയുകയും താഴേക്ക് പോകും തോറും ആ പ്രൈസ് വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അറിയാലോ? അപ്പോൾ പറഞ്ഞു വന്നതാണ് പുട്ട് ഓപ്ഷൻ സംബന്ധിച്ച് 17,300 താഴേക്ക് 17,350, 17,400, 17,450 ഇതൊക്കെയാണ് ഇൻ ദ മണി. പുട്ട് ഓപ്ഷൻ സംബന്ധിച്ച് അറ്റ് ദ മണി എത്രയാണ്? 17,300 അറ്റ് ദ മണി. ഔട്ട് ഓഫ് ദ മണി ഏതായിരിക്കും? ആ വെള്ള കളർ കാണുന്നത് 17,300 മുകളിലേക്കുള്ളത് മൊത്തം ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. സോ ഇത് കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. കോൾ ഓപ്ഷനിലെ ഇൻ ദ മണി ഓപ്ഷൻ ചെയിനിൽ മുകളിലേക്കും, പുട്ട് ഓപ്ഷനിലെ ഇൻ ദ മണി ഓപ്ഷൻ ചെയിനിൽ താഴേക്കും. ഏതിന്റെ? അറ്റ് ദ മണിയുടെ സെന്ററിൽ നിന്ന് മുകളിലേക്കും താഴേക്കും. ഇത് എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് കളറിലും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് നിഫ്റ്റി ഇപ്പൊ വില എത്രയാണോ അത് ആ വിലയോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രൈസ് ആണ് അറ്റ് ദ മണി. ആ പേര് തന്നെ ഉണ്ടല്ലോ അല്ലെ? ഇപ്പോഴുള്ള വില 17,300. കോൾ ഓപ്ഷൻ സംബന്ധിച്ച് അതിന്റെ മുകളിലേക്കുള്ളത് ദാറ്റ് മീൻസ് എത്രയാണ്? 17,250, 17,200. ഇതൊക്കെ കോൾ ഓപ്ഷനിൽ എന്താണ്? കോൾ ഓപ്ഷനിൽ ഇൻ ദ മണിയാണ്. ഈ ഇൻ ദ മണി ഉള്ളത് പുട്ട് ഓപ്ഷൻ എന്തായിരിക്കും? ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നേരെ തിരിച്ച് നമ്മൾ താഴേക്ക് വന്നാൽ പുട്ട് ഓപ്ഷനിൽ 17,300 താഴേക്കുള്ളത് മൊത്തം ഇൻ ദ മണിയാണ്. പക്ഷെ അത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. സോ കോൾ ഓപ്ഷന്റെ ഇൻ ദ മണി പുട്ട് ഓപ്ഷന്റെ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. പുട്ട് ഓപ്ഷന്റെ ഇൻ ദ മണി കോൾ ഓപ്ഷന്റെ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. സോ ഇവർ രണ്ടും തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണല്ലോ, കോളും പുട്ടും നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. സോ ഇങ്ങനെയാണ് ഓപ്ഷൻ ചെയിനിൽ കളർ വെച്ചിട്ടും അല്ലെങ്കിൽ ഓപ്ഷൻ ചെയിനിൽ ഈ 3 രീതിയിൽ തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ തിരിച്ചു എന്ന് പറഞ്ഞാൽ 3 വേർഡുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ് ദ മണി തന്നെയാണ്. സെൻട്രൽ കൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ നിലവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന വില 17,315 അതുകൊണ്ട് തന്നെ ആ 17,300 ചേർന്നുള്ള കോളം പൊട്ടും. അപ്പൊ എത്രയാണ്? 17,300 CE, 17,300 PE. ഈ 2 സ്ട്രൈക്കുകളാണ് എന്താണ്? അറ്റ് ദ മണി.
സോ അപ്പൊ ഞാനിപ്പോൾ നമ്മളെ ഗ്രൂപ്പിലെ മെമ്പറോട് നാളെ പറയാണ്, നിങ്ങൾ അഡ്ഡ മണിയിലുള്ള കോളും പുട്ടും മേടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ അവൻ നോക്കേണ്ടത് എന്താണ്, നിഫ്റ്റിയുടെ അപ്പോഴത്തെ വില എത്രയാണ്. നിഫ്റ്റി അപ്പോൾ 15,000 ആണ് വില എന്ന് വിചാരിക്കും. അപ്പോൾ അവൻ എന്താ മേടിക്കേണ്ടത്, നിഫ്റ്റി 15,000 സിയും നിഫ്റ്റി 15,000 പിയും. സിമ്പിൾ. അതാണ് അഡ്ഡ മണി മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ. ഇനിയും ഇന്ത മണിയിലുള്ളത് മേടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയുന്നു എക്സാമ്പിൾ ഇതുപോലെ തന്നെ നിഫ്റ്റി 15,000 നിൽക്കുവാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഇന്റർമണിയിലുള്ള കോൾ ഓപ്ഷൻ മേടിച്ചോളൂ. അപ്പൊ ഏത് മേടിക്കണം, അപ്പൊ ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് നോക്കാം, കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 15,000 ഇന്റർമണിയാണ്. ഏതൊക്കെ, 14,950, 14,900, 14,850, അങ്ങനെ ഓരോ 50 പോയിന്റിൽ നിഫ്റ്റിയിലുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി 35,000 വില എന്ന് വിചാരിക്കൂ. എത്രയൊക്കെ ഇന്റർമണി ആയിരിക്കും, 34,900, 34,800, 34,700, അങ്ങനെ ഓരോ 100 പോയിന്റ് താഴേക്ക് വരുന്ന ഒക്കെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കോൾ ഓപ്ഷനിൽ ഇന്റർമണിയാണ്. ഓക്കെ. ഇനി പുട്ട് ഓപ്ഷന്റെ കേസ് നോക്കിയാലോ, നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില 15,000. അപ്പൊ ഞാൻ പറയുവാണ്, നിങ്ങൾ നിഫ്റ്റിയുടെ ഏതെങ്കിലും ഒരു ഇന്റർമണി പുട്ട് ഓപ്ഷൻ മേടിച്ചോളൂ. ഏത് മേടിക്കണം, മുകളിലേക്കുള്ളത്. 15,050 പുട്ട് ഓപ്ഷൻ മേടിക്കാം. 15,100, 15,150, അങ്ങനെ മുകളിലേക്കുള്ളത് മൊത്തം എന്താണ്, പുട്ട് ഓപ്ഷനിൽ ഇന്റർമണിയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലാത്തവർ പേടിക്കേണ്ട. നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലൈവ് ചാർട്ട് എടുക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. സോ നമുക്ക് റിയൽ ട്രേഡിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സെറോദ പ്ലാറ്റ്ഫോം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയും കാണിച്ചു തരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇവിടെയും നമ്മൾ ഓപ്ഷൻ ചെയിൻ ഇങ്ങനെ എടുക്കാന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സെറോദയുടെ ഓപ്ഷൻ ചെയിൻ എടുക്കുമ്പോൾ നോക്കി നിങ്ങൾ 2 കളർ വ്യത്യാസം കണ്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കോൾ ഓപ്ഷൻ, നടുക്ക് സ്ട്രൈക്ക്, റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ. ഇനിയും ലെഫ്റ്റ് സൈഡിൽ ആ മഞ്ഞ കളറിൽ കാണുന്ന കളറുള്ളത് എന്താന്ന് പറഞ്ഞു, ഇൻ ദ മണി. കളറില്ലാത്തതോ ഔട്ട് ഓഫ് ദ മണി. ഇത് സെന്ററിലുള്ളതോ, സെന്ററിലുള്ളതാണ് അറ്റ് ദ മണി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അപ് സ്റ്റോക്സിലും ഫയേഴ്സിലും ഒന്നും എടുത്തു തരേണ്ട കാര്യമില്ല. കാരണം തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഏത് പ്ലാറ്റ്ഫോമിലും ഇതുപോലെ കളർ കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി ആലോചിക്കുക, ഇത്ര കളർ കൊടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് എന്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും കാരണം പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കിക്കോളണം, ഇത് ഇന്ത മണിയാണ്, ഇത് ഔട്ട് ഓഫ് ദ മണിയാണ്, ഇത് അറ്റ് ദ മണിയാണ്. അതിന്റെ ആവശ്യമുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം എന്താണ് ഈ മണിനെസിന്റെ ആവശ്യം, എന്താണ് റിയൽ ട്രേഡിംഗിൽ ഇവനെ കൊണ്ട് ഇത്രയും ഉപകാരമുള്ളതെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ. സോ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു. നമുക്കൊന്ന് ഫുൾ സ്ക്രീൻ ആക്കാം, കുറച്ച് പടമൊക്കെ വരയ്ക്കാനുള്ളതാണല്ലോ. ഓക്കെ. സോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിഫ്റ്റി ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിലും എടുക്കണം കേട്ടോ. സോ മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ ഇപ്പൊ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എടുക്കാം. ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വില ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് 17,329. സോ ഇവിടുത്തെ അറ്റ് ദ മണി ഏതാണ്, നേരത്തെ പറഞ്ഞതനുസരിച്ച് അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ ഇതിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നത്, ഏറ്റവും ചേർന്ന് 2 എണ്ണം കിടക്കുന്നുണ്ട്. 17,300 ഉണ്ട്, 17,350 ഉണ്ട്. ഏതായിരിക്കും അതിലും അടുത്ത് 17,350. സോ ഇവിടെ കൃത്യം ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത് 17,350. ഇതാണ് ഞാൻ പറഞ്ഞ എന്താണ് അറ്റ് ദ മണി. അതിന് നമ്മൾ എങ്ങനെ വിളിച്ചു, ATM അറ്റ് ദ മണി. ഇതൊക്കെ നോക്കി കേട്ടോ. കാരണം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ഓപ്ഷൻ വീഡിയോസ് കാണുമ്പോൾ അവർ ATM എന്നൊക്കെ പറഞ്ഞ് സ്പീഡിൽ പോകും. അപ്പൊ നമ്മുടെ ബാങ്കിൽ പണം പിൻവലിക്കുന്ന ATM അല്ല, ഓപ്ഷനിൽ ATM എന്ന് പറഞ്ഞാൽ അറ്റ് ദ മണി. നിഫ്റ്റിയുടെ നിലവിൽ വില എത്രയാണോ അതിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സ്ട്രൈക്കാണ് അറ്റ് ദ മണി. സോ ഇവിടെ നമുക്ക് ഇന്ന് കോൾ ഓപ്ഷന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇതാണ് CE കോൾ ഓപ്ഷൻ. ഓക്കെ. സോ അറ്റ് ദ മണി എന്താണെന്ന് മനസ്സിലായി. ഇനി കോൾ ഓപ്ഷൻ ഇൻ ദ മണി അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് പോകണോ? ഓപ്ഷൻ ചെയിനിലേക്ക് പോയാൽ എന്തായിരിക്കും, ഓപ്ഷൻ ചെയിനിലേക്ക് മുകളിലേക്കുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 17,300, 17,250, 17,200. ദാറ്റ് മീൻസ് പ്രൈസ് കുറഞ്ഞു വരാണ്. എന്തുകൊണ്ട് അങ്ങനെ? സോ നമ്മൾ കോൾ ഓപ്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കോൾ കോൺട്രാക്ട്. എന്താണ് കോൾ കോൺട്രാക്ട്? ഇപ്പം ഒരാൾ പറയുവാണ് നിഫ്റ്റി 17,350 എത്തും, അതായത് അറ്റ് ദ മണിയിലേക്ക് എത്തും, 17,350 എത്തും എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് കോള്. ഓക്കെ. അപ്പൊ 17,300, 17,250, 17,200 ഒക്കെ എത്തുമെന്ന് പറഞ്ഞുണ്ടാക്കിയിരുന്ന കോൺട്രാക്റ്റുകൾ ഓൾറെഡി അച്ചീവ്ഡ് ആയില്ലേ? അത് ഓൾറെഡി മണി കഴിഞ്ഞു പോയില്ലേ? സോ അതൊക്കെയായിരിക്കും ഇൻ ദ മണിയിൽ പെടാം. അത് ഓൾറെഡി അച്ചീവ്ഡ് ആണ്. ഇപ്പം നിഫ്റ്റി 17,000 കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്റ്റിൽ അയാൾ പറഞ്ഞു നടന്നു. ആ 17,000 CE മേടിച്ചവൻ അവൻ ഓൾറെഡി ലാഭത്തിലായിരിക്കും. എന്താ കാര്യം, ഇപ്പൊ 17,350 എത്തി, അവൻ എത്ര എത്തുന്ന പറഞ്ഞോളൂ, 17,000 എത്തുന്ന പറഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ താഴേക്കുള്ളത്, അതായത് 17,000 കോൾ ഓപ്ഷൻ എന്തായിരിക്കും, ഒരു ഇൻ ദ മണി ആയിരിക്കും. ITM ഇൻ ദ മണി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഓൾറെഡി കോൾ കോൺട്രാക്ട് പറഞ്ഞത് അച്ചീവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻ ദ മണി ആയിരിക്കും. ഈ 17,000 മാത്രമാണ് ഇൻ ദ മണി അല്ല, ഒത്തിരി ഉണ്ട് അല്ലേ? ഞാൻ ഈ പറഞ്ഞ 17,350 താഴെയുള്ള എല്ലാം ഉണ്ട്. ഈ 17,000 ഉണ്ട്, 16,950 ഉണ്ട്, 16,900 ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഈ താഴേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ ITM ആണ്, ഇൻ ദ മണിയാണ്. അപ്പം നടുക്കുള്ളത് അറ്റ് ദ മണി,
ഇതിൽ ഓൾറെഡി അച്ചീവ് ചെയ്ത് പോയതൊക്കെ ഇൻ ദ മണി. സോ ഔട്ട് ഓഫ് ദ മണി എന്തായിരിക്കും? കോമൺ സെൻസ്. ഇതൊന്നും സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം അത് പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് നാണക്കേട് വരാണ്. കാരണം ഇത്ര സ്പൂൺ ഫീഡ് ചെയ്യേണ്ടതല്ല. മുകളിലേക്ക് അച്ചീവ് ചെയ്തിട്ടില്ല. ഇപ്പൊ 17,350 ആണ് അച്ചീവ് ചെയ്യാത്ത ഫിഗർ. ഒരു 17,500 എന്ന് വിചാരിക്കൂ. 17,500 അച്ചീവ് ആയിട്ടില്ല. സോ അത് ഇനിയും പോകാനുണ്ട്. ഇതൊക്കെ എന്തായിരിക്കും? ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് ഔട്ട് ഓഫ് ദ മണി. OTM എന്ന് പറയുക, ഔട്ട് ഓഫ് ദ മണി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ 17,500 മാത്രമാണോ? അല്ല, 17,550, 17,600 അങ്ങനെ മുകളിലേക്ക് പോകുന്നതൊക്കെ എന്താണ്? ഈ കോൾ ഓപ്ഷൻ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. പുട്ട് ഓപ്ഷനും കോളും വ്യത്യാസമുണ്ട്. കോളിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ATM-ഉം ITM-ഉം OTM-ഉം. ഒന്നുകൂടി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിലും സിമ്പിളായിട്ട് ആരും നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് എനിക്ക് തോന്നില്ല. നിലവിൽ എന്താണോ വില ആ പ്രൈസാണ് ATM. അതിന് താഴേക്കുള്ള ഓരോ സ്ട്രൈക്കും, അതായത് ആ 17,300 ATM എങ്കിൽ 17,250, 17,200, 17,100 ഈ താഴേക്ക് പോകുന്തോറും അതൊക്കെ ഇൻ ദ മണിയിലേക്കാണ് വരിക. അവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും അതൊക്കെ ഔട്ട് ഓഫ് ദ മണിയിലേക്കാണ് വരിക. OTM മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത് കോൾ ഓപ്ഷന്റെ കാര്യം. ഇനി പുട്ട് ഓപ്ഷന്റെ കാര്യം പറയണോ? കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയാറുള്ള പോലെ നമ്മുടെ വ്യൂവേഴ്സ് മൊത്തം സാധാരണക്കാരാണ്. ഞാൻ ഇത്ര സമയം എടുത്ത് പറഞ്ഞിട്ട് പോലും പലർക്കും ഒത്തിരി സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. പുട്ട് ഓപ്ഷന്റെ കേസും പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. സോ ഓക്കെ, പുട്ട് ഓപ്ഷനിൽ അറ്റ് ദ മണി എന്താണ്? അറ്റ് ദ മണിയിൽ വ്യത്യാസമല്ല, ഞാൻ പറഞ്ഞല്ലോ. സെയിം തന്നെയാണ് പുട്ട് ഓപ്ഷൻ അറ്റ് ദ മണി. എത്രയായിരിക്കും? ഇപ്പോഴത്തെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 17,350 ഇതാണ് പുട്ട് ഓപ്ഷനിലെ ATM അറ്റ് ദ മണി. പിയുടെ കാര്യത്തിലും ഇപ്പൊ നിലവിൽ നിൽക്കുന്ന വില അത് തന്നെയാണ് അതിന്റെ അറ്റ് ദ മണി. പിയുടെ ഇൻ ദ മണി എന്തായിരിക്കും? എന്താണ് പുട്ട് കോൺട്രാക്ട്? അതറിയില്ല. നിങ്ങൾ നമ്മുടെ എനിക്ക് തോന്നുന്നു 6ാമത്തെ 5ാമത്തെ വീഡിയോ പുട്ട് ഓപ്ഷനെ പറ്റി മാത്രമുള്ളതാണ്. അത് കണ്ടാലും കാര്യം മനസ്സിലാവും. സോ എന്താണ് പുട്ട് ഓപ്ഷൻ പറയുന്നത്? പുട്ട് ഓപ്ഷൻ പറയുന്നത് മാർക്കറ്റ് താഴേക്ക് പോകും. നിഫ്റ്റി 17,350 താഴേക്ക് പോകും എന്നാണ് പുട്ട് ഓപ്ഷനിലെ ബയർ പറയുന്നത്. താഴേക്ക് പോകില്ല എന്ന് സെല്ലർ പറയുന്നു, അല്ലേ? അപ്പൊ ഇപ്പൊ 17,350 എത്തി. സോ ആ കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി 17,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓൾറെഡി ഇത് കഴിഞ്ഞു പോയി. അയാൾ എന്താ പറഞ്ഞേ? 17,500 കഴിഞ്ഞ് താഴേക്ക് പോകും. ശരിയല്ലേ? 17,500 കഴിഞ്ഞ് 17,350, 150 പോയിന്റ് താഴേക്ക് വന്നു. അയാൾ പറഞ്ഞത് ശരിയായി. സോ 17,500 ആ കോൺട്രാക്റ്റിൽ ബയർ പറഞ്ഞതുപോലെ തന്നെ നടന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ്? ഇൻ ദ മണിയാണ്. ITM ഇൻ ദ മണിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പുട്ട് ഓപ്ഷനിൽ മുകളിലേക്ക് പോകുന്ന തോറും ഇൻ ദ മണിയായി എന്ന് മനസ്സിലായല്ലോ. അവർ ഓൾറെഡി പറഞ്ഞു താഴേക്ക് പോകുന്നതാണ് പറഞ്ഞത്. സോ 17,500 കോൺട്രാക്ട് ഉണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞത് 17,500 താഴേക്ക് പോകും. താഴേക്ക് പോയി 17,350 എത്തി. അപ്പൊ പുട്ട് ഓപ്ഷന്റെ ആള് പറഞ്ഞത് ശരിയായല്ലോ. അതുകൊണ്ട് ആ 17,350 മുകളിലേക്കുള്ളതൊക്കെ പുട്ട് ഓപ്ഷൻ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണി ആയിരിക്കും. സോ പുട്ട് ഓപ്ഷനിൽ എപ്പോഴാണ് ഔട്ട് ഓഫ് ദ മണി ആവുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 17,000 നിഫ്റ്റി 17,000 PE പുട്ട് ഓപ്ഷൻ. PE എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് ഔട്ട് ഓഫ് ദ മണിയാണ്. കാരണം അയാൾ പറഞ്ഞ എന്താണ്? നിഫ്റ്റി അടുത്ത എക്സ്പയറിക്ക് മുമ്പ് 17,000 കടന്നും താഴേക്ക് പോകും. പോയിട്ടില്ല. 17,350 വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരു 350 പോയിന്റ് കൂടി പോയാലാണ് ഈ പറഞ്ഞ കാര്യം നടക്കുകയുള്ളൂ. അത് ബ്രേക്ക് ഈവൻ ആവണമെങ്കിലോ പ്ലസ് പ്രീമിയം. ഇതൊന്നും മനസ്സിലാവില്ല. പഴയ വീഡിയോ കാണാത്തതുകൊണ്ടാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഈ 17,000 പുട്ട് ഓപ്ഷന്റെ പ്രീമിയം 100 രൂപയാണെങ്കിൽ എത്ര താഴേക്ക് വേണം? ഈ 100 രൂപയോടും കൂട്ടി 16,900 കഴിഞ്ഞ് താഴേക്ക് പോയാലാണ് ഈ കോൺട്രാക്ട് ബ്രേക്ക് ഈവൻ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഔട്ട് ഓഫ് ദ മണി, OTM എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? എന്തുകൊണ്ടാണ് ഈ കേസിൽ 17,500 ഇൻ ദ മണിയും 17,000 ഔട്ട് ഓഫ് ദ മണി ആയി എന്നുള്ളത്? കാര്യം 17,500 എന്ന് പറഞ്ഞിട്ടാക്കി കോൺട്രാക്ട് അയാൾ പറഞ്ഞത് നടന്നു കഴിഞ്ഞുകൊണ്ട് തന്നെ അത് ഇൻ ദ മണിയിലാണ്. നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റ് ദ മണിയാണ്. ഇനി നടക്കാനുള്ളത് ഔട്ട് ഓഫ് ദ മണിയാണ്. അത് കോളിലും പുട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് സമയം എടുത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളുടെ നിഫ്റ്റി ചാർട്ട് എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ കോമൺ സെൻസ് പിടികിട്ടും. സോ കോൾ ഓപ്ഷനിലാണെങ്കിലും പുട്ട് ഓപ്ഷനിലാണെങ്കിലും ബയ്യർ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇൻ ദ മണിയായി. ബയ്യർ പറഞ്ഞ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അറ്റ് ദ മണിയാണ്. ബയ്യർ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ടില്ല, ഇനി നടക്കാനുണ്ട്, കുറച്ചുകൂടി പോയിന്റ് മുന്നോട്ട് പോയാലാണ് ബയ്യർ പറഞ്ഞ കാര്യം നടക്കുകയുള്ളൂവെങ്കിൽ അത് ഔട്ട് ഓഫ് ദ മണിയാണ്, OTM. ഇപ്പൊ ഇതിൽ ഏതായിരിക്കും നല്ലത്? ഓഫ് കോഴ്സ് ഇൻ ദ മണി അല്ലേ? ITM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം നടന്നു. ഇപ്പൊ പുട്ട് ഓപ്ഷന്റെ കേസ് പറഞ്ഞാൽ ഇവിടെ നിഫ്റ്റി പുട്ട് ഓപ്ഷൻ എടുത്ത് അവന് ലാഭം കിട്ടി കഴിഞ്ഞു ഓൾറെഡി. അവൻ എന്താ പറഞ്ഞത്? നിഫ്റ്റി ഈ വരുന്ന എക്സ്പയറിയിൽ 17,500 താഴെ പോകും. 17,350 പോയി. ഞാൻ പറഞ്ഞത് നടന്നു. ഓൾറെഡി എന്റെ കാര്യം കഴിഞ്ഞു, എനിക്ക് ലാഭം കിട്ടി കാണും, എന്റെ പോർട്ട്ഫോളിയോ പ്രോഫിറ്റബിൾ ആയിരിക്കും. സോ എപ്പോഴും ഏറ്റവും നല്ലത് ഏത് തന്നെയാണ്? ഇൻ ദ മണിയിലുള്ള സ്ട്രൈക്ക് മേടിക്കണം. മനസ്സിലായല്ലോ? ഇത് ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഓപ്ഷൻ ചെയിൻ കാണുമ്പോൾ നിറച്ച് സ്ട്രൈക്ക്. ഇതിൽ ഞാൻ ഏത് മേടിക്കണം?
ഏത് മേടിക്കണം? ഒരു തുടക്കക്കാര് ഒരു ഫിക്സഡ് ആയിട്ട് പറയല്ല കേട്ടോ, എങ്കിലും ഏറ്റവും സേഫ് ഏത് മേടിക്കേണ്ടതാണ്? നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ. അതായത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന മുകളിലേക്കുള്ള കാര്യങ്ങൾ മേടിക്കണം, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ താഴേക്കുള്ളത് മേടിക്കണം. അവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ ഇതിന്റെ പ്രൈസിലേക്ക് നോക്കിയേ. ഈ മുകളിലേക്ക് പോകും തോറും കോൾ ഓപ്ഷന്റെ പ്രൈസ് ഇപ്പം സ്പോട്ട് ഇപ്പോഴത്തെ വില 17,300, അതിന്റെ പ്രീമിയം ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ, LTP ലാസ്റ്റ് റേറ്റഡ് പ്രൈസ് 168 രൂപയാണ്. സോ അത് മേടിക്കണമെങ്കിൽ എത്ര രൂപ വേണം? നിഫ്റ്റിയുടെ ഒരു ലോട്ട് എത്രയാണ്? നിഫ്റ്റി ഒരു ലോട്ട് 50 എണ്ണാണ്. 50 × 168, 8,400 രൂപ മതി അറ്റ് ദ മണിയിലുള്ളത് മേടിക്കാൻ. അങ്ങനെ മുകളിലേക്ക് പോയി നിഫ്റ്റി 17,000 നോക്കിയേ, 17,391, ഓൾമോസ്റ്റ് ഇരട്ടിയിൽ കൂടുതൽ. ഇവിടെ 8,000 മതി, പക്ഷേ 17,000 ഓൾറെഡി നടന്ന കഴിഞ്ഞ കാര്യത്തിന് 391, 19,500. അതായത് അറ്റ് ദ മണിയിലുള്ള നിഫ്റ്റി മേടിക്കാൻ 8,000-വും ഇന്തമണിയിലുള്ള ഒരു കുറച്ച് കൂടി ഇന്തമണിയിലുള്ള സാധനം മേടിക്കാൻ 19,000 വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ കേട്ടോ. ഇതിന് മുകളിലേക്കുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം, പക്ഷെ എന്തോരം കൂടുന്നോ അത്രയും സേഫ്. കോമൺ സെൻസ് അല്ലേ? ഒരു സാധനത്തിന് ഇപ്പൊ നിഫ്റ്റിയുടെ തന്നെ 160 രൂപയ്ക്കും കിട്ടും, 360 രൂപയ്ക്കും കിട്ടും. എന്തായിരിക്കും വ്യത്യാസം? ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, ലാഭവും കൂടുതലുണ്ടാവും. അത്രയും ചിന്തിച്ചാൽ മതി. മുകളിലേക്ക് പോകും തോറും പ്രൈസ് പ്രീമിയം കൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റും അതനുസരിച്ച് കൂടുമെന്നർത്ഥം. സോ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇന്തമണിയല്ലേ എടുക്കുള്ളൂ? അല്ല, കാശ് കുറവുള്ളവരുണ്ട്, പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്, ഹെഡ്ജ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബയേഴ്സിന് ഇന്തമണി എടുക്കുന്നത് നല്ലത്. സെല്ലേഴ്സ് എന്താ പറയുന്നത്? പോവില്ല എന്നല്ല പറയുന്നത്, നേരെ വിപരീതമല്ല പറയുന്നത്. സെല്ലർമാർക്ക് ഏതായിരിക്കും താല്പര്യം? ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ആ ഒരു പോയിന്റോട് നോക്കണം. ബയ്യർമാർ മാത്രം ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഓടില്ലല്ലോ, ആരോടും വേണം? സെല്ലർമാരോടും വേണം. സോ ബയേഴ്സിന് ഇൻ ദ മണിയാണ് താല്പര്യം, സെല്ലേഴ്സിന് ഔട്ട് ഓഫ് ദ മണിയാണ്. സോ ഈ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകാതിരിക്കും. നമുക്ക് മുന്നോട്ട് ഓപ്ഷൻ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ മറ്റു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ബയ്യറും സെല്ലറും തമ്മിലുള്ള കുറേ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അപ്പോൾ പഠിക്കാം. തൽക്കാലം ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ബയ്യറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻ ദ മണിയിലുള്ളത് മേടിക്കുന്നത് നല്ലത്. അത് തന്നെ പുട്ട് ഓപ്ഷൻ നോക്കിയേ. പുട്ട് ഓപ്ഷൻ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, 17,300 108 രൂപയുള്ളൂ. താഴേക്ക് പോകും തോറും വില കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ഇൻ ദ മണിയിലേക്ക് കൂടി പോകും തോറും എന്തോരം ഇൻ ദ മണിയിലേക്ക് കവർ ചെയ്ത് പോകുന്നോ പ്രീമിയം കൂടുതലായിരിക്കും. അപ്പൊ അതിനൊരു ഉപകാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ എപ്പോഴും സേഫ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലൊക്കെ ഏതിനായിരിക്കും? ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണി ആയിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായല്ലോ. കുറേ സ്ട്രൈക്ക് ഉണ്ട്, ഞാൻ ഏതെടുക്കണം? ഓടി വന്നാൽ യെല്ലോ കോൾ ഓപ്ഷൻ ആണ് മേടിക്കുന്നതെങ്കിൽ ഈ മഞ്ഞ കളറിലുള്ളത് മേടിക്കാം. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഈ താഴേക്കുള്ള മഞ്ഞ കളറിലുള്ളത് മേടിക്കാം. ഇതിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. സോ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീമിയത്തിന്റെ കാൽക്കുലേഷനോടും ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ഇപ്പോഴത്തെ വില 17,000 ആണ്. സോ നമ്മളിന്ന് കോൾ മാത്രമായിട്ട് പറഞ്ഞുള്ളൂ, കോൾ കോൺട്രാക്ടിന്റെ കാര്യം മാത്രമേ നമ്മളിന്ന് പറഞ്ഞുള്ളൂ. നിഫ്റ്റി 17,000 ആണ്. അതുകൊണ്ട് തന്നെ അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? നിഫ്റ്റി 17,000 CE ആണ് അറ്റ് ദ മണി. അതിന്റെ പ്രീമിയം എക്സാമ്പിൾ 100 രൂപയാണെന്ന് ചോദിക്കും. അതിന്റെ പ്രീമിയം 100 രൂപയാണെങ്കിൽ ഇൻറ്റു 50, നിഫ്റ്റി ആയതുകൊണ്ട് 50 ആണ്. അങ്ങനെ ടോട്ടൽ എത്ര വേണം? 5,000. എക്സാമ്പിൾ ആണ് കേട്ടോ. സോ അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ മേടിക്കണമെങ്കിൽ നമുക്ക് 5,000 രൂപ വേണം. സോ ഇതാണ് അറ്റ് ദ മണിയുടെ കേസ്. ഇനി ഇൻ ദ മണിയുടെ കേസ് നോക്കിയാൽ, ഇൻ ദ മണി എന്താന്ന് പറഞ്ഞു? ITM ഇൻ ദ മണി. ഏതായിരിക്കും ഇൻ ദ മണി? നിഫ്റ്റി 17,000 താഴെ ഉള്ളതെല്ലാം ഇൻ ദ മണിയാണ്. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ 16,900 കേസ് എടുക്കാം. 16,900 CE കോൾ ഓപ്ഷൻ ഇൻ ദ മണിയാണ്. അതിന്റെ വില എന്തായിരിക്കും? ഇതിനേക്കാളും കൂടുതലായിരിക്കും അല്ലെ? ഓൾറെഡി പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞു. സോ 100 പകരം ചിലപ്പോൾ ഒരു 200 ആയിരിക്കും അതിന്റെ വില. സോ 200 ഇൻറ്റു ഒരു ലോട്ട് 50 എണ്ണാണ്. ഇസിക്കൽ എത്രയാണ്? 10,000 രൂപ. സോ ഇൻ ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ നിഫ്റ്റി മേടിക്കാൻ 10,000 രൂപ. ഇനി ഔട്ട് ഓഫ് ദ മണി നോക്കിയാലോ? OTM ഏതായിരിക്കും? 17,100. 17,050 ഉണ്ട്, പക്ഷെ 17,100 CE ഔട്ട് ഓഫ് ദ മണിയാണ്. അതിന്റെ വില പ്രീമിയം ചിലപ്പോൾ ഒരു 50 രൂപയായിരിക്കും. ഇതിലും കുറവായിരിക്കും പ്രീമിയം. താഴേക്ക് പോകുന്നതോറും പ്രീമിയം കുറയും ഔട്ട് ഓഫ് ദ മണിയിൽ. ഇൻറ്റു 50, 50 × 50 എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2,500 കൊടുത്താൽ മതി. സോ ഒരു തുടക്കക്കാര് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങൾ ഇൻ ദ മണി അറ്റ് ദ മണി ഒന്നും അറിയില്ല. അവൻ വന്ന് ഏതായിരിക്കും ഇതിൽ മേടിക്കുക? ഓഫ് കോഴ്സ് മലയാളികളുടെ സ്വഭാവം പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും വില കുറഞ്ഞതായിരിക്കും മേടിക്കാൻ നോക്കുക. നമ്മൾ 2,500 രൂപയുടെ സാധനം മേടിക്കും. ഏതായിരിക്കും വില കൂടുന്നത്? 10,000 രൂപയ്ക്ക് കൊടുക്കണോ? മണ്ടനാണോ? അല്ല. സോ ഇതുകൊണ്ട് തന്നെയാണ്, ഈ ഒരു പ്രൈസുള്ള വ്യത്യാസം കൊണ്ടാണ് എല്ലാ തുടക്കക്കാരെയും ഔട്ട് ഓഫ് ദ മണി മേടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ബിഗിനേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ പല കാര്യം ചെയ്യും. കാരണം അവൻ ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഓപ്ഷൻ ഗ്രീക്സ് പ്രീമിയം എവിടെ വരെ പോകും, നിഫ്റ്റി എവിടെ വരെ പോയി, എനിക്ക് എത്ര കിട്ടുന്നൊക്കെ വളരെ കൃത്യമായിട്ട് കാൽക്കുലേഷൻ. സോ ഇപ്പൊ നമ്മുടെ കേസ് പറഞ്ഞാൽ നമ്മൾ കൊല്ലങ്ങളായി പരിപാടി തുടങ്ങിയിട്ട് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എന്റെ പുട്ട് ഓപ്ഷൻ എത്ര രൂപ വരെ എത്തുന്നൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. സോ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് ഔട്ട് ഓഫ് ദ മണിയൊക്കെ മേടിക്കാം. തുടക്കക്കാര് എപ്പോഴും പറഞ്ഞ് നടന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഇൻ ദ മണി മേടിക്കുന്നതാണ് ഏറ്റവും സേഫ്. സോ ഒരിക്കലും ഔട്ട് ഓഫ് ദ മണി ചെറിയ നോക്കിയേ ഓപ്ഷൻ ചെയിനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ ഓപ്ഷനിൽ
നമ്മൾ പോയി 1 രൂപയ്ക്കും 1.5 വരെ ഉണ്ട്. അപ്പോൾ ഈ 50 മേടിക്കാൻ 50 രൂപ മതി, ചാടിക്കയറി മേടിക്കും. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ആ 1 രൂപയും പോകാനുള്ള ചാൻസേ ഉള്ളൂ. 10 രൂപയ്ക്ക് ഉണ്ട്. 10 രൂപയ്ക്ക് ഒരു കോൾ ഓപ്ഷൻ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ നോക്കിയാൽ 10 രൂപ 17,800 കോൾ ഓപ്ഷന് വെറും 10 രൂപയുള്ളൂ പ്രീമിയം. 10 × 9 500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, പോയ 500 അല്ലേ പോവുള്ളൂ. എപ്പോഴും നടക്കില്ല. ഇത് പോവാനാണ് ചാൻസ്. ആ 500 പൂജ്യത്തിലേക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. സോ എപ്പോഴും തുടക്കക്കാർ ഓപ്ഷൻ ബയ്യർമാർ, സെല്ലർമാരുടെ കേസല്ല, സെല്ലർമാർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായിരിക്കുമല്ലോ. ഇത്രയും കാശ് കൊടുത്ത് ബൈ ചെയ്യണതിൻ്റെ 10 മടങ്ങ് കാശ് കൊടുത്ത് സെല്ല് ചെയ്യുമ്പം അവരെന്തായാലും അല്പം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ബട്ട് ഓപ്ഷനിൽ തുടക്കം വന്നവർ ചെയ്യേണ്ടത് ബൈയിങ് തന്നെയാണ്, സംശയമില്ല. ആ ബയ്യേഴ്സ് ബൈ ചെയ്യേണ്ടത് എപ്പോഴും ഇൻ ദ മണിയിലുള്ള ഓപ്ഷനാണ്. ഇനി ഇതിൽ പുട്ട് ഓപ്ഷൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? നേരെ തിരിച്ചാണ്. അപ്പോൾ എപ്പോഴും സേഫ്, പ്രോഫിറ്റബിൾ എല്ലാം ഏതായിരിക്കും? ഒരു ബയറിനെ സംബന്ധിച്ച് ഏതായിരിക്കും? ഇൻ ദ മണി ആയിരിക്കും. ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ, അത് കോളിലാണെങ്കിലും പുട്ടിലാണെങ്കിലും. സോ വളരെ ചെറിയ കാര്യമാണ്. ആകെ 3 കാര്യം, ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി കാര്യങ്ങൾ പറഞ്ഞോളെങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ ഒന്നുകൂടി തിയററ്റിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കൂടുതലായിരിക്കും. എന്തോരം ഉള്ളിലേക്ക് പോകുന്ന പ്രീമിയം കൂടുതലായിരിക്കും. പ്രീമിയം കൂടുതലുള്ളത് തന്നെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡാണ്. ഹൈ റിസ്കോ? പ്രീമിയം കൂടുതലും കൊടുക്കുന്നത് ഹൈ റിസ്ക്, ശരിയാണ്. ഓപ്ഷൻ ബയ്യർ, നമ്മളെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഓപ്ഷൻ ബയ്യർ അവരെ എത്രയും കാശ് പോവാം, അവൻ കൊടുത്ത കാശ് മൊത്തം പോവാം. ഇത് അവൻ പറഞ്ഞാൽ വിപരീതം സംഭവിച്ചാൽ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നോക്കിയേ, ഈ 3 സാധനം മേടിച്ചവൻ ഔട്ട് ഓഫ് ദ മണിയും അറ്റ് ദ മണിയും ഇൻ ദ മണിയും മേടിച്ചു. ഈ 2500 രൂപ കൊടുത്തവന് എത്ര മാക്സിമം പോവുള്ളൂ? അവൻ്റെ കാശ് 2500 പോവുള്ളൂ. പക്ഷെ അവന് എത്ര കിട്ടുള്ളൂ? അവന് കിട്ടുമ്പോഴും നിസ്സാരം കിട്ടുള്ളൂ. എന്നാൽ 5000 കൊടുത്തവനോ അൽപ്പൂടി കാശ് പോയി. അപ്പോൾ അറ്റ് ദ മണിക്ക് അൽപ്പൂടി കാശ് പോകും. കിട്ടുന്നതോ ഈ 2500 കിട്ടുന്ന കാര്യം കൂടുതൽ കാശ് അവന് കിട്ടും. ഇൻ ദ മണി നോക്കിയേ, ഒരു ഇൻ ദ മണി എടുത്തവന് പോയാൽ 10,000 പോവും. ഇവിടെ 2500 പോയുള്ളൂ, ഇവിടെ പോയാൽ 10,000 വരെ പോവാം. പക്ഷെ കിട്ടിയാൽ 10,000 20,000 കിട്ടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കോൾ ബയറെ സംബന്ധിച്ച് നമ്മൾ അത്രയൊന്നും പോകാൻ കാത്തിരിക്കില്ല കേട്ടോ. നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു 500 1000 ലോസ് ബുക്ക് ചെയ്യും, അതിന് മുകളിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അവസാനിപ്പിക്കലാണ് പതിവ്. ഇങ്ങനെ ഫുൾ പോകുന്ന കേസിലൊന്നും ആരും നിൽക്കാറില്ല. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയും, നമ്മൾ 10-15 മിനിറ്റ് കൂടുതലൊന്നും ഓപ്ഷൻ ഹോൾഡ് ചെയ്യില്ല. അതിനുള്ളിൽ കിട്ടുന്ന ലാഭമോ നഷ്ടമോ ബുക്ക് ചെയ്ത് നിർത്തും. അൺലെസ് ഹെഡ്ജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഓപ്ഷൻ സെല്ലിങ്ങും ഹെഡ്ജിങ്ങും ഒക്കെ അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ചെയ്യാം. അല്ല ഒരു നേക്കഡ് ബയർ, ചുമ്മാ ബൈയിങ് മാത്രമേ ഉള്ളൂ, ആകെ 10,000-20,000 രൂപ കയ്യിലുള്ളൂ, അത് വെച്ച് ബൈ ചെയ്യാൻ മന്നവൻ ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. ഹോൾഡ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് പോയിട്ട് അരമണിക്കൂറൊക്കെയുള്ള ഒരിക്കലും ഹോൾഡ് ചെയ്യരുത് ഞാൻ പറയും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 15-20 മിനിറ്റിനുള്ള വിറ്റ് കാശായിക്കൊള്ളാം, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻ ദ മണി പ്രീമിയം കൂടുതലാണ്, പ്രോഫിറ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണ്. അറ്റ് ദ മണി നടക്കുള്ളത്, അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് പ്രീമിയം ഉള്ളൂ, അതിൻ്റെ പ്രോഫിറ്റും ഇൻ ദ മണിയേക്കാളും കുറവായിരിക്കും. റിസ്കോ ഒരു മീഡിയം റിസ്ക്കും മീഡിയം റിവാർഡും ആയിരിക്കും. ഔട്ട് ഓഫ് ദ മണിയുടെ കേസ് നോക്കിയാലോ, ഔട്ട് ഓഫ് ദ മണിയുടെ കേസിൽ പ്രീമിയം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും കുറവായിരിക്കും. ഇൻ ദ മണീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രോഫിറ്റും കുറവായിരിക്കും. അത് ഒരു ലോ റിസ്ക് ലോ റിവാർഡ് ഗെയിമാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം കണ്ടു അല്ലേ, ഔട്ട് ഓഫ് ദ മണി ലോ റിസ്ക് ലോ റിവാർഡ്. എന്താ പിന്നെ അതെടുത്താൽ പോലെ, ലോ റിസ്ക് ലോ റിവാർഡ്. എന്തായാലും പണിയെടുത്ത് കാശുണ്ടാക്കാൻ അവിടെ വന്നിരിക്കുന്നത്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ ആള് കള്ളനാണെങ്കിലും നമ്മുടെ ഹർഷത് മേത്ത സാറിന്റെ വേർഡിങ്സ് ആണ് കോട്ട് ചെയ്യാറ്, റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ. പണിയെടുക്കാൻ വന്നവൻ ഇതിന് റിസ്ക് എടുക്കണം. ഈ ചെറു പ്രായത്തിൽ റിസ്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഏത് പ്രായത്തിലാണ് റിസ്ക് എടുക്കുക? സോ എപ്പോഴും ഇൻ ദ മണിയിൽ നല്ല പ്രീമിയമുള്ള സാധനം ട്രേഡ് ചെയ്ത് നല്ല ലാഭവും കുറച്ച് നഷ്ടവും ബുക്ക് ചെയ്യുക. ഈ പറയുന്ന ഹൈ റിസ്കിലേക്ക് പോകണ്ട, റിസ്ക് ഇറക്കി വെച്ചൊരു 900-800 വെച്ച് നിർത്തിയിട്ട് ലാഭം കിട്ടുമ്പം ഹൈ റിവാർഡ് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. സോ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിലും കൂടുതൽ ഇൻ ദ മണി അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണിനെ നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങളും എൻ്റെ ഈ കഥാപ്രസംഗം കേട്ടിട്ട് കാര്യമില്ല, നിങ്ങളും ഈ 3 സാധനങ്ങളും ട്രേഡ് ചെയ്യണം. നാളെ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്ത് കോൾ ഓപ്ഷനിലാണെങ്കിലും പുട്ട് ഓപ്ഷനിലാണെങ്കിലും ഇൻ ദ മണിയിലുള്ളതും അറ്റ് ദ മണിയിലുള്ള ഔട്ട് ഓഫ് ദ മണിയിലുള്ളതും മേടിക്കുക. ഒരു ലോട്ടും മേടിച്ച് വിറ്റ് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നിങ്ങൾക്ക് ലാഭം തന്നത്, ഏതെടുത്തപ്പോഴും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം. സോ ട്രേഡിംഗ് എപ്പോഴും ഇതുപോലെ ക്ലാസ് റൂമിൽ ഇരുന്ന് മാത്രം പഠിക്കേണ്ട കാര്യമല്ല, ലൈവ് സ്വന്തം പോക്കറ്റിലെ കാശ് കൊണ്ട് ട്രേഡ് ചെയ്ത് പഠിക്കണം. സോ അങ്ങനെ ഓപ്ഷൻ ചെയിനിലുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ഓപ്ഷൻ സീരീസിന്റെ അടുത്ത വീഡിയോ തൊട്ട് ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ പറയുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്സിലേക്ക് കിടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിനൊക്കെ വന്നിരിക്കുന്നത് കാശുണ്ടാക്കാനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇൻഫർമേഷൻ, ഈ ഇപ്പം പറയുന്ന അറിവുകളാണ് നമുക്ക് കാശുണ്ടാക്കി തരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ കാര്യങ്ങൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ഗ്രീക്സ് പഠിച്ചേ പറ്റൂ. എന്താണ് ഗ്രീക്സ്, അതിന് എത്ര ഘടകങ്ങളുണ്ട്? ഓപ്ഷൻ ഗ്രീക്സ്
പ്രീമിയം മൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ പ്രീമിയത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഓപ്ഷൻ ഗ്രീക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം, എങ്കിലാണ് ഇതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിലയേറിയ ഇൻപുട്ടുകളും ഈ വീഡിയോയുടെ കമന്റായി രേഖപ്പെടുത്താം. സോ അടുത്ത വീഡിയോയിൽ ഞാൻ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. താങ്ക്